നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 6-ാം തീയതി 1201 ആണ്ട് മകരമാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം അത്തം നക്ഷത്രമാണ്. ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ രണ്ട് ഗുരുക്കന്മാരുണ്ട്, ദേവഗുരുവും അസുരഗുരുവും. അസുരഗുരുവായ ശുക്രാചാര്യരുടെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച. ശുക്രവാരം, അതായത് വെള്ളിയാഴ്ച. ഇന്ന് ശുഭനക്ഷത്രമായ അത്തം നക്ഷത്രവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശുഭപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം. നല്ല ദിവസമാണ്, ഗുരുവിൻ്റെ ദിവസമാണ്. അസുരഗുരു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം പെട്ടെന്നെല്ലാം തരുന്നവനാണ് ശുക്രൻ. വ്യാഴത്തിൻ്റെ 3/4 ബലമേ ശുക്രനുള്ളൂ എങ്കിലും ശുക്രൻ ക്ഷിപ്രപ്രസാദിയാണ്. ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കും, പെട്ടെന്ന് എല്ലാം കൊടുക്കും. അതുകൊണ്ടാണ് ശുക്രനിൽ ആളുകൾക്ക് സൗഖ്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ കാരണം ശുക്രൻ ക്ഷിപ്രപ്രസാദി ആയതുകൊണ്ടാണ്. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്. അതുപോലെ മകരമാസത്തിലെ അത്തം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും? ശരിക്ക് ശുക്രൻ വിവാഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അതായത് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക്, വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നവർ, അത് അച്ഛനമ്മമാരാവട്ടെ സഹോദരങ്ങളാവട്ടെ, വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിക്കുന്നവർ, വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. പുരോഗതിയുടെ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും, അതുപോലെ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും, അതുപോലെ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ, അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾക്കെല്ലാം ജോലിയിലെ പുരോഗതിക്കും ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതിനു വേണ്ടി പ്രയത്നിക്കണം, അത് നിങ്ങൾക്ക് അനുകൂലപ്രദമായി മാറും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി ഇറങ്ങണം. ഇന്ന് നല്ല സമയമാണ്, നല്ല ദിവസമാണ്, എങ്കിലും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കലണ്ടറിൽ രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിക്ക് 10:30 മണി മുതൽ 12 മണി വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം 11:11 തൊട്ടേ തുടങ്ങുകയുള്ളൂ. 11:39 രാഹുകാലം തീരുകയുള്ളൂ. അപ്പോൾ 12:39, അപ്പോൾ 11 തൊട്ട് 12:39 വരെ, അല്ലാതെ 10:30 തുടങ്ങി 12 മണിക്ക് തീരൂല. അതുപോലെ ഇന്നും ഗുളിക കാലസമയവും അതുപോലെ യമകണ്ഠ കാലസമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 8:17 മുതൽ 9:44 വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 3:33 തൊട്ട് 5 മണി വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്, എന്നാലും മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:15 തൊട്ട് 1:03 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെള്ളിയാഴ്ച റെഡ് മിക്സ് ആയിട്ടുള്ള കളറോ ചുവപ്പുമായിട്ട് ബന്ധപ്പെട്ട കളറുകളോ നമുക്ക് ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയും ശുക്രൻ്റെ പവർ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.